പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും, അതുപോലെ തന്നെ സ്വാദിഷ്ടവുമാണ്. കുക്കറിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടത്തോടെ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോ കാണാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് സോയ ചങ്ക്സ് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഒരു സവാള ചോപ്പ് ചെയ്തത്, ഒരു തക്കാളി, ഹോൾ സ്പൈസസ് കുറച്ചെടുക്കാം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ. നമുക്ക് കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഒരു ഏലക്കായ, ഒരു കഷ്ണം പട്ട, ഒരു വഴണയില, 3-4 ഗ്രാമ്പൂ, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് മൂപ്പിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും, ഒരു കഷ്ണം ഇഞ്ചിയും, 2-3 വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ കൂടി ചേർക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായി വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നന്നായി വഴന്ന് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വാടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുള്ളിൽ നമുക്ക് റൈസ് കഴുകിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. 1 കപ്പ് ജീരകശാല അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകിയെടുക്കാം. ഇപ്പോൾ തക്കാളി ഒരുവിധം വഴന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് സോയ ചങ്ക്സ് ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന റൈസ് കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ ഏത് കപ്പിലാണോ റൈസ് എടുത്തത് അതേ കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കുക്കർ തുറന്നു നോക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ സോയ ചങ്ക്സ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ബിരിയാണിയാണിത്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണേ. താങ്ക് യു.